ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ശതാധിപൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അവിടുന്ന് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. മത്തായി 8:8 സെലിബ്രിറ്റികളും ഭരണാധികാരികളും അധികാരത്തിൻ്റെ ശക്തി അറിയുന്നവരാണ്. റോമൻ ആർമിയിലെ സമുന്നത അധികാരിയായ ശതാധിപൻ വളരെ വിനീതനായിട്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നത്. ക്രിസ്തുവിൻ്റെ വിസ്മയശക്തിയെപ്പറ്റി തീർച്ചയായും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. തൻ്റെ കീഴിലുള്ള 100 പടയാളികളെ നിയന്ത്രിക്കുന്ന കമാൻഡർ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യം തൻ്റെ ഒഫീഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ വിസ്മയ ശക്തിക്ക് മുമ്പിൽ തൻ്റെ ഔദ്യോഗിക സ്ഥാനവും സ്വാധീനവുമൊക്കെ നിസ്സാരമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനുള്ള ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. താനൊരു കമാൻഡർ ആയതുകൊണ്ട് ക്രിസ്തു തൻ്റെ വൃദ്ധനെ സുഖമാക്കണമെന്നൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. തന്നോട് കരുണ കാണിക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് മാത്രമാണ് ശതാധിപൻ വിനയപൂർവം കർത്താവിനോട് അപേക്ഷിച്ചത്. അവന്റെ ഭവനത്തിൽ ചെന്ന് വൃദ്ധനെ സുഖപ്പെടുത്താമെന്ന് കർത്താവ് പറഞ്ഞു. അതിന് മറുപടിയായി വളരെ വിനയത്തോടെ ആ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ വീടിൻ്റെ അകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും വെളിപ്പെടുത്തുന്ന വിസ്മയ പ്രസ്താവനയാണ് ആ ശതാധിപൻ നടത്തിയത്. അതുവരെ നേരിൽ കാണാത്ത രോഗിയെ സുഖപ്പെടുത്താൻ അകലത്ത് നിന്ന് കർത്താവ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, തീർച്ചയായും സുഖമാകുമെന്ന ഈ ശതാധിപന്റെ വിശ്വാസം ഉദാത്തമാണ്. വചനമയച്ച് സൗഖ്യം നൽകുന്ന കർത്താവിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റിയുള്ള വിസ്മയ സാക്ഷ്യമായിരുന്നു അത്. കർത്താവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഇസ്രായേലിൽ ഒരുവനിൽ പോലും കാണാത്ത ഭക്തിയും വിശ്വാസവുമൊക്കെ ഈ ശതാധിപൻ എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട ശിഷ്യന്മാർക്കും ഇസ്രായേൽ ജനങ്ങൾക്കും വിവേകികളും ജ്ഞാനികളുമായ ശാസ്ത്രീ പരീശന്മാർക്കും പൗരോഹിത്യ സ്ഥാനികൾക്കും എന്തുകൊണ്ടാണ് ഈ ശതാധിപന്റെ സമുന്നത വിശ്വാസം ഉണ്ടാകാതിരുന്നത്? നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതുകയാണ് ഈ ശതാധിപൻ. ഇതേ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണ്. ഇതുവരെ അത്ഭുതകരമായി എന്നെ നടത്തിയ ദൈവത്തിൽ ഇത്രയും ആഴത്തിൽ വിശ്വസിക്കാൻ എന്തുകൊണ്ടാണ് എനിക്ക് കഴിയാത്തത്? കർത്താവിൻ്റെ മുമ്പിൽ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷയുമായി നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനോഭാവം എന്തായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഞാൻ ചിന്തിക്കുകയാണ്. ഈ ശതാധിപന്റെ വിനയവും സമർപ്പണവുമായിരുന്നില്ല
എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. കർത്താവിൻ്റെ കരുണ എനിക്ക് അർഹതപ്പെട്ടതാണ്. ആത്മീയ അനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ നടത്തുന്ന ഞാൻ അതിന് യോഗ്യനാണ്. എൻ്റെ വഴിപാടുകളും ദശാംശങ്ങളും ജീവകാരുണ്യ പ്രവൃത്തികളുമൊക്കെ കർത്താവ് കണക്കിലെടുത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അങ്ങനെ സ്വയനീതീകരണവും ന്യായീകരണവും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട്. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ പരീശനെ പോലെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഞാനൊരു പ്രിവിലേജ്ഡ് വിശ്വാസിയാണ് എന്ന തോന്നലോടെ ഞാൻ ദൈവമുമ്പാകെ തല ഉയർത്തി നിന്നിട്ടുണ്ട്. യാതൊരു അർഹതയുമില്ലാത്ത പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന വിനയഭാവം എൻ്റെ പ്രാർത്ഥനയിൽ നിലനിർത്തണമെന്ന് ഈ സംഭവത്തിൻ്റെ പുനർവായന എനിക്ക് ഉൾക്കാഴ്ച നൽകുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കുവാൻ അങ്ങയുടെ ഒരു വാക്ക്, ഒരു കരചലനം, അനുകൂല ചിന്ത അത് മാത്രം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴിവിലും അവകാശവാദത്തിലും നീതീകരണത്തിലുമല്ല, അങ്ങയുടെ ആർദ്ര സ്നേഹത്തിൽ മാത്രം പ്രത്യാശ ഉറപ്പിക്കാനുള്ള വിനയം ദൈവമേ എനിക്ക് നൽകണമേ. വിനയത്തിനും ഭക്തിക്കും അത്ഭുത പ്രതിഫലങ്ങളായി മഹത്വവും ജീവനും സമ്പത്തും നൽകുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ നാഥ അവിടുന്ന് ഒരേ ഒരു വാക്ക് കൽപ്പിച്ചാലും വചനമയച്ച് സൗഖ്യവും പ്രശ്ന പരിഹാരവും ദൈവമേ അടിയങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.